വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ മൂകാംബികയിൽ നിന്ന് നേരെ തിരിച്ച് ഗോവയ്ക്ക് പോവുകയാണ്. ഗോകർണ കൂടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഫോർട്ടുണ്ട്, നിർജൻ ഫോർട്ട്. അത്യാവശ്യം വലിയ ഫോർട്ടാണിത്, ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ഫോർട്ട് കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളും കൂടെ നിങ്ങളെ കാണിക്കാം. ഫോർട്ടിൻ്റെ ഏറ്റവും പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. ആർക്കിടെക്ചറിൽ മികവ് കൊണ്ട് പ്രസിദ്ധമായ ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലാണ്. നാഷണൽ ഹൈവേയിൽ നിന്ന് മിർജൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടേക്ക് എത്തിച്ചേരാം. നാഷണൽ ഹൈവേയുടെയും അകനാശിനി പുഴയുടെ ഇടയിലായി ഏക്കർ കണക്കിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഫോർട്ട് 16-ാം നൂറ്റാണ്ടിൽ വിജയനഗരം ഭരിച്ചിരുന്ന രാജ്ഞി ചെന്നാഭൈരവി ദേവിയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ഈ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. ചെങ്കല്ല് ഉപയോഗിച്ച് 2 ലെയറായിട്ടാണ് ഇതിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. ഗോകർണയിൽ നിന്ന് ഇവിടേക്കൊരു 22 കിലോമീറ്ററും കർവാറിൽ നിന്ന് ഏകദേശം ഒരു 59 കിലോമീറ്ററും ഉടുപ്പിയിൽ നിന്ന് ഇവിടെ എത്താനായിട്ടൊരു 157 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വളരെ തന്ത്രപരമായി നിർമ്മിച്ച കുറേ വാച്ച് ടവേഴ്സും ഉള്ളിലായിട്ട് കാണാം. കോട്ടയ്ക്കുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ കുറേ കിണറുകൾ നമുക്ക് ഉള്ളിലായിട്ട് തന്നെ കാണാം. പുഴയുടെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് ഇതിൽ എപ്പോഴും വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ നെറ്റിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഫോർട്ട് ഉണ്ടാക്കിയ രാജ്ഞിക്ക് പെപ്പർ ക്യൂ എന്നുള്ളൊരു പേരും കൂടെ ഉണ്ടായിരുന്നു. കാരണം ഇതിനുള്ളിൽ ഒരു മാർക്കറ്റ് പ്ലേസും കൂടി ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അവർ പെപ്പർ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കോട്ടയ്ക്കുള്ളിലായിരുന്നെന്നും കൂടെ പറയുന്നുണ്ട്. 1565 ഈ ഫോർട്ട് ബീജാപ്പൂർ സുൽത്താൻമാർ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം തോന്നുന്നു ഫോർട്ട് മുഴുവനായിട്ടും ഇപ്പോൾ ഇങ്ങനെ നശിച്ച് കിടക്കുന്നുണ്ട് ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ. ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് അവരിതിനുള്ളിൽ ഒരുപാട് രഹസ്യ വഴികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ കൂടെയാണിത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.